വെയിലത്ത് എങ്ങോട്ടാ? ആ, വെയിലത്ത് ഒരു കുഴപ്പമില്ല, വെയിൽ കൊള്ളുകയില്ലല്ലോ, ചൂടൊന്നും ഇല്ലല്ലോ. കാരണം ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞത് ഉള്ളി ഞാൻ 2 എടുത്തിക്കണേ, നല്ല കൂളിങ്ങാ. ഈ 2 ഉള്ളി എടുത്തിങ്ങനെ കീശയിലിടുക. ഒന്നിടാനേ പറഞ്ഞിട്ടുള്ളൂ, ഞാൻ 2 എടുത്തിക്കണേ, കാരണം എനിക്ക് നല്ല കൂളിങ് കിട്ടണം. അപ്പൊ ഞാൻ ഉള്ളി ഇങ്ങനെ കീശയിൽ ഇട്ടിട്ട് ഇങ്ങനെ വെയിലും കൊണ്ട് നടക്കുക. അപ്പൊ എനിക്ക് ഭയങ്കര കൂളിങ് തോന്നുന്നുണ്ട്. നമ്മളെ നാടിന്റെ ഈ രാജ്യത്തിന്റെ ഒരു അവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കുകയാണ്. ഈ ഉള്ളി കീശയിലിട്ടാൽ ഇത്ര തണുപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഉള്ളി കൃഷി ചെയ്യണോലൊക്കെ ഭയങ്കര AC-യിലേക്കല്ലോ ഉണ്ടാവുക അല്ലേ? ആലോചിക്ക്, ഈ ഉള്ളി കൃഷി ചെയ്യുന്നതിനൊക്കെ ഫുൾ AC-യിലേക്കും. എന്തിനാ വെറുതെ 30,000 40,000 കൊടുത്ത് AC വാങ്ങേണ്ട ആവശ്യം? വീട്ടിൽ 1 കിലോ ഉള്ളി ഉണ്ടെങ്കിൽ ഭയങ്കര കൂളിങ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പൊ ഇതുപോലത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായാൽ നമ്മുടെ നാടിന്റെ അവസ്ഥ ഇങ്ങനെയായിരിക്കും. പിന്നെ അതുമായി ഞാൻ ഈ ജ്യോതിരാദിത്യ സിന്ധ്യന്റെ ഒരു ഇത് നോക്കുകയാണ്, പ്രൊഫൈൽ നോക്കിയപ്പോൾ അയാളൊരു വലിയ രാജവംശത്തിൽപ്പെട്ട ആളാണ്. ഏകദേശം 400 റൂമോളം അയാൾ വീട്ടിലുണ്ടല്ലോ. അവിടെയൊക്കെ ഉള്ളി തന്നെ ആയിരിക്കും തോന്നുന്നുണ്ട്. ഉള്ളിയൊക്കെ മണത്തിട്ട് AC റൂമുള്ള ആ മനുഷ്യന് പാർലമെന്റിൽ എന്നാ ഉള്ളി വെച്ചാൽ പോരെ? പാർലമെന്റിൽ എന്തിനാ AC ഒക്കെ? അപ്പോൾ ഇതുപോലുള്ള ആളുകളുടെ ഞാൻ കോമഡി ആലോചിച്ച് വെക്കുകയാണ്. ഏതായാലും നമ്മളെ നാട് മറ്റു രാജ്യങ്ങളൊക്കെ ബഹിരാകാശത്തെത്തി, ബഹിരാകാശത്ത് നിന്ന് വേറെ ഏതോ ശൂന്യാകാശത്ത് എത്തിക്കണേ. നമ്മളിപ്പോൾ താഴോട്ടേക്കാണ്, നമ്മൾ താഴോട്ടേക്ക് പോലും മേലോട്ടേക്ക്.